ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലോട്ടൊക്കെ പോവാം. മലയാറ്റൂർ മലയുടെ താഴെ കാണുന്ന തടാകമാണിത്. നക്ഷത്ര തടാകം എന്നറിയപ്പെടുന്ന തടാകമാണിത്. നക്ഷത്ര തടാകത്തിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു തടാകം പോലെയുണ്ട്. ആ മരക്കൊമ്പിൽ ഒരു കിളി ഇരിക്കുന്നു. അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നെ ഫോക്കസ് ചെയ്തതാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച്, അതായത് ക്രിസ്മസിന് കുറച്ച് മുമ്പ് മുതൽ ന്യൂ ഇയർ വരെ ഈ തടാകത്തിന് ചുറ്റും, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്ര തടാകമാണ്, അതിൻ്റെ ചുറ്റും നക്ഷത്രം ഇടുകയും അതിൻ്റെ റിഫ്ലക്ഷൻ രാത്രി സമയങ്ങളിൽ ഈ വെള്ളത്തിൽ കാണാൻ കഴിയുകയും ചെയ്യും. നല്ല കൗതുകമുള്ളൊരു കാഴ്ചയാണത്. ആ സമയത്ത് ഇങ്ങോട്ടൊന്നും വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരം മാറി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്നേ വരാൻ പറ്റുള്ളൂ. കാരണം അത്ര തിരക്കായിരിക്കും ഇവിടെ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സമയത്ത് ആളും ബഹളവും കാഴ്ചക്കാരും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. പഴയ നക്ഷത്ര തടാകത്തിൻ്റെ ഒരു ശേഷിപ്പ് ഇതേ കിടക്കുന്നു. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കുണ്ട്. ആ ചെറിയ തടാകത്തിനോടനുബന്ധിച്ച്. പിന്നെ ഇത് നക്ഷത്ര തടാകത്തിൻ്റെ ഓഫീസ്. ഈ നക്ഷത്ര തടാകത്തിൻ്റെ ഓഫീസിന് പുറകിലായിട്ടാണ് പപ്പാനിയെ കത്തിക്കുന്നത്. അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പപ്പാനിയെ അന്ന് രാത്രി കത്തിക്കും. ഈ കാണുന്നത് മലയാറ്റൂർ മലയിലേക്കുള്ള വഴിയാണ്. അടുത്ത വീഡിയോ ഞങ്ങൾ മലയാറ്റൂർ മല കയറുന്ന വീഡിയോ ഇത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. ഇവിടെ വന്നവർക്ക് അറിയാൻ കഴിയും, നല്ല കാറ്റുള്ള രീതിയാണ്. അതിശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പാർക്കിലൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അവരുടെ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ കാലടി ഭാഗത്തുനിന്ന് വരുമ്പോൾ മലയാറ്റൂർ തടാകം കഴിഞ്ഞിട്ട് നേരെ കാണുന്ന ഫോറസ്റ്റാണിത്. തടാകം കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ടീ റോഡിലെത്തും. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാലടി അങ്കമാലി റൂട്ടിലോട്ട് നമുക്ക് എത്താം. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലടി ഉള്ളിലൂടെ, അതായത് ഫോറസ്റ്റിനുള്ളിലൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെത്താൻ പറ്റും. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ടുള്ള മെയിൻ റോഡ് എന്ന് പറയുന്നത് ചാലക്കുടി ഭാഗത്തു നിന്നാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിലൂടെ കാലടി പ്ലാന്റേഷനുള്ളിലൂടെ യാത്ര ചെയ്ത് നമുക്ക് എത്താം. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടം വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാലടി പ്ലാന്റേഷനും ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ പതിയെ ഫോറസ്റ്റിലൂടെ ഇറങ്ങി ഒന്ന് നടക്കുകയൊക്കെ ചെയ്ത് പതിയെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ പതിയെ തിരിച്ചു പോവുകയാണ്. ഇടയ്ക്ക് സായാഹ്നങ്ങളിലൊക്കെ വന്നിരിക്കാനും എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത്. അപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് അടുത്ത്. അവിടെയൊക്കെ വന്നിരിക്കാം, കാറ്റ് കൊള്ളാം. തടാകത്തിനടുത്തൊക്കെ നല്ല കാറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ വന്നിരിക്കാം, കാറ്റ് കൊള്ളാം.
അങ്ങനെ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒത്തിരി സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. മലയാറ്റൂർ താഴെപ്പള്ളി, പുതിയ പള്ളി, പഴയ പള്ളിയൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. തടാകത്തിൻ്റെ മറ്റൊരു സൈഡിലൂടെ, നമ്മൾ വന്ന സൈഡല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നമ്മളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തടാകത്തിൻ്റെ മറുകരയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ വന്ന വഴി. കുട്ടികളുടെ ആ പാർക്കും നക്ഷത്ര തടാകത്തിൻ്റെ ഓഫീസും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. തടാകത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴി മേരി ഇമാക്കുലേറ്റ് ചർച്ച്, അതിനുശേഷം നമ്മളിത് താഴെപ്പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് പള്ളിമുറ്റം. ഇതാ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ. പഴയ പള്ളി. ഇവിടെ ഒരു കിണറുണ്ട്. പിന്നീട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പള്ളിവാക്കി ഒരു സ്റ്റാളുണ്ട്. നമുക്ക് പള്ളിയുടെ അകത്തേക്ക് നീങ്ങാം. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ രണ്ട് സൈഡിൽ 2 മാലാഖമാരെ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ആണവാതിലാണിത്. പള്ളിയുടെ മച്ച് തടി കൊണ്ട് മനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. മനോഹരമായി അലങ്കരിച്ച പള്ളിയുടെ അൾത്താര. ഇതാണ് പള്ളിക്ക് ഉൾവശം. പള്ളിയുടെ മറ്റ് ചരിത്രങ്ങളിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. ഒക്കെ ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയാം, ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ അത് കാഴ്ചകളാണ് നമ്മൾ കൂടുതലും എന്താ പറയുക നമ്മുടെ ക്യാമറയിൽ പകർത്തുന്നത്. നമ്മുടെ വീഡിയോയിൽ അതായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. മറ്റ് ചരിത്രങ്ങളിലോട്ടൊന്നും നമ്മളങ്ങനെ കടക്കുന്നില്ല. ഇവിടെ വിശുദ്ധ മാർ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അഴുത്താരയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ കാണുന്ന ഭാഗത്ത് വിശുദ്ധ മാർ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പുണ്ട്. ഉദിതനായ കർത്താവിൻ്റെ രൂപമാണ് അഴുത്താരയിൽ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് പഴയ മലയാറ്റൂർ പള്ളി. ഈ കാണുന്ന മാർക്കിങ് 1924, അതായത് ഇന്നേക്ക് 100 വർഷം മുമ്പ് പെരിയാറിൽ വെള്ളം കയറിയപ്പോൾ ഉള്ള മാർക്കിംഗ് ആണ്. ആ ലെവൽ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. കൊല്ലവർഷം 1999 നടന്ന വെള്ളപ്പൊക്കം ആയതുകൊണ്ടാണ് അത് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ പെരിയാർ ഒഴുകുന്നതിനേക്കാളും ഏകദേശം ഒരു 60 അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി വന്ന് മൂന്നാറൊക്കെ അന്ന് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. വലിയ നാശമായിരുന്നു കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ആ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയ മാർക്കിംഗ് ആണിത്. ഇതാണ് പഴയ പള്ളിയുടെ ഉൾവശം. അവിടെ പഴയൊരു മാമോദീസ തൊട്ടിയിരിപ്പുണ്ട്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു രൂപം, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഒരു രൂപം, അൾത്താര. ഒരു നേർച്ചക്കുറ്റിയാണിത്, പഴയ നേർച്ചക്കുറ്റി. അതുപോലെ പഴയ ഒരു മാമോദീസ തൊട്ടി കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ ഹന്നാമള്ളം ഭിത്തിയിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്ന, പള്ളികളിലൊക്കെ വെക്കുന്ന, പഴയ പള്ളികളിലൊക്കെ വെക്കുന്ന ആ ഒരു പാത്രമാണിത്. കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. ഇത് അവിടെയുണ്ട് അതുപോലത്തെ ഒരെണ്ണം.
ഇവിടെ പള്ളിമുറ്റത്തിന് അടുത്ത് തന്നെയായിട്ട് നേരെ ആ കാണുന്നത് പെരിയാർ നദിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും പെരിയാർ നദി അങ്ങ് താഴെ ഒത്തിരി താഴെ കൂടി ഒഴുകുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തോരം ഉയരത്തിൽ വെള്ളം 100 വർഷം മുമ്പ് കയറിയിട്ടായിരിക്കും. ഏകദേശം ഒരു 10 ആൾ പൊക്കമെങ്കിലും ഉണ്ടാവും. അതായത് ഒരു 60 അടിയോളം പൊക്കമെങ്കിലും ഉണ്ടാവും. അത്രയും പൊക്കത്തിൽ വെള്ളം കയറിയിട്ടാണ് ഈ പള്ളിയുടെ ആ നേരത്തെ കണ്ട മാർക്കിങ്ങിലോട്ട് വെള്ളം എത്തിയത്. അത്രയും വരെ വെള്ളം കയറിയതായിരുന്നു.